ലക്ഷ്മി ബേക്കറിയിലെ ഷവർമയിൽ നിന്നും പല്ലിയെ കിട്ടി. ഇനി പല്ലി ഷവർമയാണോ ഉമ്മരുണ്ടാക്കി തന്നത്, അതോ ഇനി ചിക്കൻ ഷവർമ കഴിക്കാൻ വന്ന പല്ലി എത്ത് വീണയാണോ നമുക്കറിയത്തില്ല. പിന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് അപ്പൊ തന്നെ അവർ പറഞ്ഞത് ഫുഡ് പോയിസൺ അടിച്ചതാണ്. അപ്പൊ എന്താ കഴിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഷവർമ കഴിച്ചു. പക്ഷെ ഷവർമയിൽ ഈ ഷവർമ ചെത്തിയപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ചെറിയൊരു പച്ച അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു വേവിച്ചിട്ടൊക്കെ തരണേന്ന് പറഞ്ഞു. നിങ്ങളെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ എല്ലാവരെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ ബട്ടൺ നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്ക് ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങൾ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ വീഡിയോ ആണെന്നുള്ളത് ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലേക്ക് വരിക, എന്തെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. കുറഞ്ഞ പക്ഷേ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമന്റ് ചെയ്യുക. കൂടുതലായിട്ട് ചെയ്യുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കൊല്ലം ഫുഡീസ് അല്ല, അൽ ഫുഡി സൂരജ്, നമ്മുടെ മറ്റേ പുള്ളി ഉണ്ടല്ലോ, നമ്മുടെ ഒരു മുതുക്ക് പെണ്ണുണ്ട്, ഒരു മുതുക്ക് കടയിൽ പോയി മുതുക്ക് ഷവർമ നിന്ന് ആ പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടു. ഈ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഫുഡ് വ്ളോഗറാണ്. ഈ പുള്ളിക്കാരൻ്റെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ പല പല ഹോട്ടൽസിൽ പോവുക, പല ഫുഡുകൾ എക്സ്പ്ലോർ ചെയ്യുക, നല്ല ഫുഡ് ജനങ്ങളിലേക്ക് എത്തിക്കുക. സ്വാഭാവികമായിട്ടും ഇതാണ് പുള്ളിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. പുള്ളി ഈ നല്ല കണ്ടന്റുകൾ എത്തിച്ച് മോശം ഫുഡ് ഉണ്ടെങ്കിൽ അതുകൂടെ എത്തിക്കാനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഇവർക്കെല്ലാം ഉണ്ട്. അത്തരത്തിലൊരു ധാർമ്മിക ഉത്തരവാദിത്വം ഇദ്ദേഹം കാണിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇദ്ദേഹത്തിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. ഈ വീഡിയോയിൽ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എതിർപ്പും അനുകൂലവും നമുക്കൊരു വ്യക്തിയോടല്ല, ഒരു വിഷയത്തോടാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിലേക്ക് കിടക്കാം. ഇദ്ദേഹം ഒരു കടയിൽ പോയി നല്ല അത്യുജ്വലൻ ഒരു ഷവർമ മേടിച്ചിരിക്കുകയാണ്. ഷവർമ നമ്മളെല്ലാവരും ഒന്നുവിധം 3 നേരം തിന്നാൻ ആഗ്രഹിക്കുന്ന ഷവർമ കഴിച്ച് അണ്ണന് ഫുഡ് പോയിസൺ അടിച്ച്. അണ്ണതിനെ കുറിച്ച് പറയാൻ നമുക്കൊന്ന് കേൾക്കാം. അപ്പൊ 2 ദിവസം മുന്നേ ഒരു ഷവർമ കഴിച്ചിട്ട് വയറിളക്കം, ഛർദില് അങ്ങനെ ഇല്ലാത്ത പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. രാത്രിയാണ് ഞാൻ ഷവർമ വാങ്ങിച്ച് കഴിക്കുന്നത്. ഷവർമ കഴിച്ച് ഒരു അരമണിക്കൂറിന് ശേഷം ദേഹം മൊത്തം നല്ല വേർത്ത് ഒരു വയറിൽ നിന്നും മണ്ടയൊക്കെ ഒരുമാതിരി പെരുത്തേറി വെപ്രാളം പോലെ വന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഷവർമ പണി കിട്ടിയെന്ന്. ഈ ഷവർമയ്ക്കകത്ത് നമ്മുടെ നാട്ടിൽ കുറേ നാളുകൾ കൊണ്ടേ പ്രശ്നമുണ്ട്. ഇടയ്ക്ക് ഫുഡ് പോയിസൺ ഉണ്ടാവും, നിരോധിക്കും, പിന്നെയും വരും ഫുഡ് പോയിസൺ ഉണ്ടാവും, നിരോധിക്കും, പിന്നെയും വരും ഫുഡ് പോയിസൺ ഉണ്ടാവും, നിരോധിക്കും. ഇങ്ങനൊരു സാധനം ഷവർമയുടെ കാര്യത്തിൽ നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കൊല്ലം കൊട്ടാരക്കര ലക്ഷ്മി ബേക്കറിയിലെ ഷവർമയിൽ നിന്നും പല്ലിയെ കിട്ടി. ഇനി പല്ലി ഷവർമയാണോ ഉമ്മരുണ്ടാക്കി തന്നത്, അതോ ഇനി ചിക്കൻ ഷവർമ കഴിക്കാൻ വന്ന പല്ലി എത്ത് വീണയാണോ നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു ഷവർമയ്ക്കകത്തൊന്നും പല്ലിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബേസിക്കലി നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട്, നമ്മളൊരു ബേക്കറിയിൽ പോയിട്ട് പല സാധനങ്ങളും വാങ്ങി കഴിക്കുന്നത് ഈ ഹോട്ടലിനോടും ഈ റെസ്റ്റോറൻറ്റിനോടും ഈ ബേക്കറിയോടും ഒക്കെ ഉള്ള വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ നല്ല സാധനം തരാനുള്ളൊരു സാധനം നിങ്ങൾ കാണിക്കുക. നിങ്ങൾ മറ്റെന്ത് ഫ്രോഡ് കാണിച്ചാലും ദയവ് ചെയ്ത് ആഹാരത്തിൽ ഇത്തരത്തിലുള്ള ഉടായ്പകൾ കാണിക്കാതിരിക്കുക. ഒരു മനുഷ്യൻ്റെ ജീവൻ പോകാനുള്ള സാധ്യത വരുന്നുണ്ട്. നമ്മളുടെ നാട്ടിൽ ഈ ഷവർമ, പഴകിയ ഷവർമ കൊടുക്കുക, പന്ന മയണൈസ് കൊടുക്കുക, ഇത്തരത്തിൽ പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ടാകുന്നുണ്ട്. പല ആളുകളും ആശുപത്രിയിലാകുന്നുണ്ട്. സോ ഹോട്ടലുകാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി മനുഷ്യന്റെ ജീവിതം, മനുഷ്യന്റെ ആരോഗ്യം വെച്ച് കളിക്കാതിരിക്കുക. പിന്നെ ഒരു രാത്രി 2 മണി 3 മണി ആയപ്പോഴേക്ക് തന്നെ ഛർദിൽ തുടങ്ങി. ഛർദിലും വയറിളക്കമൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. എന്ത് ഫുഡ് കണ്ടാലും അപ്പം ഛർദ്ദിക്കാനൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത് അപ്പൊ തന്നെ അവർ പറഞ്ഞത് ഫുഡ് പോയിസൺ അടിച്ചതാണ്. അപ്പൊ എന്താ കഴിച്ചെന്ന് വെച്ചാൽ നമ്മൾ ഷവർമ കഴിച്ചു. പക്ഷെ ഷവർമയിൽ ഞാൻ മയണൈസ് ഒന്നും എടുക്കാതെയാണ്, വെറും ചിക്കൻ മാത്രം എടുത്തിട്ടാണ് അവരെന്ന് മതിയല്ലോ, എന്തിനാണ് മച്ചണൈസിന്റെ ആവശ്യമില്ല. നമുക്ക് ഷവർമയ്ക്കകത്ത് ചിക്കൻ, പന്ന ചിക്കൻ ആണെങ്കിൽ, ഇച്ചിരി അഴുക്കായ ചിക്കൻ ആണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാവും. ചിക്കൻ കറക്റ്റായിട്ട് കുക്കായില്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. പ്രശ്നം ഉണ്ടാവാനാണോ ഇല്ലാത്ത ഫുഡ്? ദയവ് ചെയ്ത് നിങ്ങൾ ലാഭത്തിന് വേണ്ടി ഈ ആഹാര ഉണ്ടാക്കുന്ന മേഖലയുമായിട്ട് പരിചയമില്ലാത്ത ഒരാൾ ഇറങ്ങി തിരിച്ച് പാവങ്ങളെ കൊല്ലല്ലേ. നിങ്ങളുള്ള വിശ്വാസത്തിലാണ് പല ഹോട്ടൽസിലും കയറി വരുന്നത്. ചിക്കൻ മാത്രം വരെ മൈനസ് നിർത്തില്ല. അപ്പൊ അവര് ഈ ഷവർമ ചെത്തിയപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു, ചെറിയൊരു പച്ച അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് പറഞ്ഞു വേവിച്ചിട്ടൊക്കെ തരണേന്ന് പറഞ്ഞു. നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് നിങ്ങളുടെ ആ ഒരു ടർക്കിഷ് ഓട്ടോമാനിൽ വന്നിട്ട് ഒരുപാട് പേര് ഷവർമ വാങ്ങിച്ച് കഴിക്കണം. അപ്പൊ നിങ്ങൾ ടർക്കിഷ് ഓട്ടോമാൻ ആണോ എന്നറിയത്തില്ല. ടർക്കിഷ് ഓട്ടോമാൻ ട്രിവാൻഡ്രം, ഇവിടാണ് ഈ സംഭവം. അധികം താമസിക്കാതെ ഇവർ വളർന്നു വലുതാകും, പലയിടത്തും ബ്രാഞ്ചുകളോടും നമുക്ക് അടുത്തും വരും. നമ്മൾ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് വരാം കേട്ടോ. ഈ ഒരാൾ മാത്രമല്ല ഇതിനെ കുറിച്ച് പ്രശ്നം പറയുന്നത്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഇത് എടുത്തത്. ആ ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണം, ആ റെസ്പോൺസ് നിങ്ങൾ അവരോട് കാണിക്കണം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്തിരിക്കണം. ഒരു സാധാരണക്കാരൻ എന്ന നിലയിലാണ് നിങ്ങൾ സംസാരിച്ചത്, പക്ഷെ നിങ്ങൾ അത് ഭയങ്കര അഹങ്കാരത്തോടെയാണ് നിങ്ങൾ അത് ഏറ്റെടുത്തത്. ആ സാധനം നിങ്ങളൊന്ന് കേട്ടോണേ. അതായത് പുള്ളിക്ക് ശാരീരികമായ ഒരു ബുദ്ധിമുട്ടുണ്ടായി. ഈ ഒരു ആളുമായിട്ട്, ഇതിന്റെ ഒരു ഓണറുമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ മാനേജ് ചെയ്യുന്ന ആളുമായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ വളരെ അഹങ്കാരപരമായിട്ടാണ് പുള്ളിയോട് മറുപടി പറഞ്ഞത്. നോട്ട് ദിസ് പോയിന്റ്. അതായത് അവരുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങി കൺസ്യൂം ചെയ്തതിന് ശേഷം നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടായി. ഇത് എന്തുകൊണ്ടെന്ന് അവരോട് പറയുമ്പോൾ നീ എന്താണെന്ന് വെച്ചാൽ നീ അങ്ങ് ഉണ്ടാക്കി കാണട്ടെ എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഇവർ സംസാരിച്ചതെന്ന് പറഞ്ഞു. ഈ ഒരു ഡയലോഗ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം കേട്ടോ.
ഇസ്താൻബുളിന്റെ ഒരു ഷവർമയുടെ ഇഷ്യൂ വന്നപ്പോഴേ ഞാൻ പ്ലാൻ ചെയ്തതാണ് ഒരു ഷവർമ എന്നുള്ള ഒരു സംഭവം ഞാൻ ഇനി എന്റെ പേജിൽ ഞാനായിട്ട് സപ്പോർട്ട് ചെയ്യില്ലാന്ന്. അപ്പൊ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞു ഇവിടുന്ന് ഫുഡ് കഴിച്ച് അവർക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ടെന്ന് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പട്ടം മാക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ടർക്കിഷ് ഓട്ടോമാൻ എന്ന് പറഞ്ഞ ഒരു ട്രക്കിൽ നിന്ന് ഷവർമ ട്രക്കിൽ നിന്നാണ് ഞാൻ ഷവർമ മേടിച്ച് കഴിക്കുന്നത്. ടർക്കിഷ് ഓട്ടോമാൻ എന്ന് പറയുന്ന ഷവർമ ഒക്കെ കൊടുക്കുന്ന ഒരു ട്രക്കിൽ നിന്നാണ് കഴിച്ചത്. പുള്ളിക്കാരൻ അത് സ്റ്റോറി ഇട്ടപ്പോഴത്തേനും ഒരുപാട് പേര് പറഞ്ഞ് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഒരു ഫുഡോ ഒരു പ്രോഡക്റ്റോ ഒരു സിനിമയോ ഒരു സാധനത്തിലും 100% ആളുകളെ സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ഇത്തരത്തിലൊരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ മെജോറിറ്റി ഓഫ് ആളുകളെങ്കിലും സംതൃപ്തരാവണ്ടേ. ഈ പുള്ളി സ്റ്റോറി ഇട്ടപ്പോൾ മെജോറിറ്റി ആളുകളും പറഞ്ഞത് ഈ പ്രശ്നമാണ്, ഒരു സീനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. അതിന്റെ വരും കാര്യത്തിലേക്ക് നമുക്ക് വരാം, ബാക്കി പറയട്ടെ. നമ്മളെ അൽസൂരജ് മുതുക്ക് സൂരജ് എണ്ണം പറയുന്നത് കേൾക്കട്ടെ. രാത്രി 160 രൂപയ്ക്ക് ഒരു പ്ലേറ്റ് ഷവർമയാണ് മേടിച്ചത്, മയോണൈസില്ലാണ്ട് ചിക്കൻ മാത്രം. 160 രൂപയുടെ ഷവർമ കഴിച്ചിട്ട് 14,000 രൂപ ബില്ല് വരെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന്. ഇൻഷുറൻസ് എടുക്കൂ, ഞാൻ തരുന്നുണ്ട്. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പരിപാടി ഉണ്ട്, ഞാൻ തരാം. ഹെൽത്ത് ഇൻഷുറൻസ് ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യൂ, വണ്ടിയുടെ ഇൻഷുറൻസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യൂ, ലൈഫ് ഇൻഷുറൻസ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യൂ. ഇൻഷുറൻസ് എടുക്കണം. നമ്മൾ ആശുപത്രിയിലൊന്നും പോയി നമ്മൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന് പണം കൊടുക്കാൻ പാടില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഒരു ഇൻഷുറൻസ് വേണം. നമ്മൾ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ വേണ്ടവരെല്ലാം നമുക്ക് കോൺടാക്ട് ചെയ്യണം. അപ്പൊ ഞാൻ ഇത് അവരെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ദിവസം ഒരു 10 കോളൊക്കെ അവർക്ക് ഇങ്ങനെയൊക്കെ വരാറുണ്ട്. ഞാനെന്ന് പറഞ്ഞ് വിളിച്ചാൽ ചിലപ്പോൾ അവർ വേറെ രീതിയിൽ എന്തെങ്കിലും ആനുകൂല്യം തന്നാലും വിചാരിച്ചാൽ എന്റെ പേര് പറയാതെയാണ് വിളിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എന്താണെങ്കിലും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നല്ല മുടയിൽ നല്ല അഹങ്കാരത്തോടെയാണ് സംസാരിച്ചത്. വേവിച്ചിട്ട് കൊടുത്തൂടെ? മയോണൈസ് പ്രശ്നമാണെന്ന് അറിയാം, അതുകൊണ്ടാണ് ഞാൻ മയോണൈസ് എടുക്കാതെ ഞാൻ എടുത്തത്. പക്ഷേ ഷവർമയുടെ ഈ ചിക്കൻ നേരെ വേവിക്കാതെ കൊടുത്തതാണ് ഏറ്റവും വലിയ പ്രശ്നമാക്കി. ഞാൻ സത്യം പറഞ്ഞാൽ ചത്തോന്ന് വരെ വിചാരിച്ചു. ആ ഒരു അവസ്ഥയിൽ എനിക്ക് ഇപ്പോഴും ദേഹം വേദന, വയറുവേദന, നടുവേദന, തലവേദന, മൊത്തത്തിലുള്ള ഒരു അവസ്ഥ കൊണ്ട് ഞാൻ ഇപ്പോഴും മെഡിസിൻ എടുക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ബാക്കി എല്ലാ സുപ്രീമിന്റെ ബില്ല് ഉൾപ്പെടെ ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഒരു പ്രശ്നമില്ല. ബ്രോ എന്നെ 2 മണിക്ക് 10 പേര് കണക്ക് വിളിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇത് ഞാൻ നേരിട്ടിട്ടുമുണ്ട്. അപ്പൊ 10 പേര് എന്നെ ഡെയിലി വിളിച്ചിട്ട് ഇതുപോലെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏതുപോലെ ഭീഷണിപ്പെടുത്തുന്നേ? അണ്ണാ, നിങ്ങളുടെ ട്രക്കിലെ ഫുഡ് കഴിച്ചു, നമുക്ക് ഫുഡ് പോയിസൺ അടിച്ച്, എന്താ നമ്മൾ ചെയ്യണ്ടേ? എന്നെ ഇതുപോലെ ഡെയിലി 10 പേര് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ആകെ അണ്ണൻ ഒരു ദിവസം വിൽക്കുന്നത് 10 ഷവർമ. 10 പേര് അണ്ണനെ വിളിച്ച് കുറ്റം പറയും. ഞാൻ ചുമ്മാ പറഞ്ഞു കേട്ടോ, ഒരുപാട് വിറ്റ് പോയി, നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. എല്ലാ ദിവസവും മിനിമം 10 പേര് അണ്ണനെ വിളിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് അണ്ണൻ തന്നെ പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ ട്രക്കിൽ നിന്നുണ്ടാകുന്ന ഫുഡിൽ പല ആളുകൾക്കും അസംതൃപ്തി ഉണ്ട് എന്ന് തന്നെ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടി വരും. കാരണം പുള്ളി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിനോടൊപ്പം പുള്ളി പറയുന്നു, നീ നിനക്ക് പറ്റുന്ന ചെയ്തോ, നീ എന്താന്ന് വെച്ചാൽ ചെയ്തോന്നാണ് പറയുന്നത്. ചെയ്യാൻ പറ. പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഫുഡ് സ്പോട്ട് ചെയ്ത ഒരു ഷവർമ വാങ്ങിച്ച് കഴിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചെയ്തോടെ എന്നല്ല സംസാരിക്കേണ്ടത്. നിങ്ങളുടെ കസ്റ്റമറിന് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് സംസാരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ നോക്കണം. അപ്പൊ ടർക്കിഷ് ഓട്ടോമേലിൽ പോയി ഷവർമ വാങ്ങിച്ച് കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെന്തായാലും നോക്കത്തില്ല. അപ്പൊ നിങ്ങൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ അയ്യോ മയോണൈസ് ഇല്ലാതെ വാങ്ങിച്ച് കഴിച്ചാലും ചിക്കനിലാണ് എനിക്ക് പണി കിട്ടിയത്. അപ്പൊ എങ്ങനെ വാങ്ങിച്ച് കഴിച്ചാലും ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ സൂക്ഷിച്ചിട്ട് ഷവർമ വാങ്ങിച്ച് കഴിക്കുക. മാക്സിമം ഷവർമ അവോയ്ഡ് ചെയ്യുക. ഇതിനകത്ത് എനിക്ക് ഈ സൂരജ് ബോയിൽ തോന്നിയ ഏറ്റവും നല്ലൊരു കാര്യം, പുള്ളി ആ ഹോട്ടലിൽ പോയി നിങ്ങൾ കഴിക്കരുതെന്ന് പറഞ്ഞില്ല. പുള്ളി അവരുടെ അങ്ങനെ സംസാരിച്ചില്ല. പുള്ളി പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ പോയി ഷവർമ സേഫായിട്ട് കഴിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളൊക്കെയാണ്, ഞാനൊക്കെയാണ് നശിപ്പിച്ചളയും. അവൻ്റെ ഫുഡ് കഴിക്കല്ലേ, വെറും ഒറ്റവനോടവനൊക്കെ നമ്മൾ ആരായാലും പറയത്തുള്ളൂ. ഇനി നമ്മൾ ഗൂഗിൾ റിവ്യൂസിൽ വന്ന് ഇവരുടെ ഈ ഷോപ്പിൻ്റെ ഓട്ടോമാൻ ഷോപ്പിൻ്റെ ടർക്കിഷ് ഓട്ടോമാൻ്റെ റിവ്യൂവിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് പോസിറ്റീവ് റിവ്യൂ ഉണ്ട് കേട്ടോ. പോസിറ്റീവ് റിവ്യൂ നമ്മളെടുത്ത് മാറ്റി വെക്കുന്നു, നമുക്ക് ആവശ്യമില്ല. നമ്മൾ നെഗറ്റീവാണ് നമ്മൾ എടുക്കുന്നത്. ജസ്റ്റ് ആൻ ആവറേജ് ബാഡ് ടേസ്റ്റ്. എന്താ ബാഡ് ആയിരിക്കും ഉദ്ദേശിച്ചേട്ടോ. ലെസ് ക്വാണ്ടിറ്റി, ഷവർമ ക്വാണ്ടിറ്റി വാസ് സോ പുവർ. ട്രൈഡ് പാനിപൂരി ഓൾസോ ജസ്റ്റ് ആവറേജ്. ടേസ്റ്റ് മോർ ലൈക്ക് കോൺഫ്ലെക്സ് ദാൻ ഷവർമ. അതായത് ഷവർമ കൊള്ളൂല എന്നാണ് സിമ്പിളായിട്ട് പറയുന്നത്. ഇനി മറ്റൊരാൾ, വെരി ബാഡ് ഷവർമ. വി ആർ ലുക്കിംഗ് ഫോർ ടർക്കിഷ് ഡിലൈറ്റ് ബട്ട് ഇറ്റ് വാസ് ഇൻ there, so we decided to get it from here. Just one of the worst shawarma I had ever അല്ല, എവർ ഞാൻ കൂട്ടിച്ചേർത്ത. അപ്പം ഞാൻ കഴിച്ചതിൽ ഏറ്റവും മോശം ഷവർമയാണെന്നാണ് ഈ കുട്ടിയും പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വളരെ വലിയൊരു കമൻറ്റുകളുണ്ട്. ഈ കമൻറ്റ് നിങ്ങളൊന്ന് നോക്കുക. ഈ കമൻറ്റിനകത്ത് ഓൾറെഡി ആൾ പറഞ്ഞിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ, ഓൾറെഡി ഞാനിവിടെ പോയി ഫുഡ് കഴിച്ചപ്പോഴത്തേന് എന്തൊരു ബാഡ് സ്മെൽ, പാഴ്സലാണ് മേടിച്ചത്, ബാഡ് സ്മെല്ലാണ് ഉണ്ടായത്. അപ്പോൾ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ടെന്ന് പുള്ളിക്കാരന് തോന്നി. പുള്ളിക്കാരൻ ഈ സ്ഥാപനത്തിനെ കോൺടാക്ട് ചെയ്തു. നമ്മുടെ സൂരജ് ബ്രോ പറഞ്ഞ പോലെ തന്നെ ഈ പുള്ളിക്കാരനെ സ്ഥാപനത്തിനെ കോൺടാക്ട് ചെയ്ത് കാര്യം അറിയിച്ചപ്പോഴത്തേനും അവർ പറഞ്ഞ എന്താ, നമ്മളെല്ലാം സെറ്റിൽ ചെയ്ത് തരും, നമുക്ക് നിങ്ങളുടെ സാധനം സെറ്റിൽ ചെയ്ത് തരും എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരൻ എത്ര കടന്ന് വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. അണ്ണനെ നൈസിനെ ബ്ലോക്ക് ആക്കി. സോ കസ്റ്റമറിനെ ഡീൽ ചെയ്യുന്നത് വളരെ നല്ല രീതിക്കാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഈ തുടരെ അതായത് ഈ കസ്റ്റമേഴ്സിന് നെഗറ്റീവ് ഉണ്ടാകുമ്പോഴത്തേനും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളതല്ല ഇവരുടെ ലക്ഷ്യം. അതിനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ അവനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്.
അതിനുശേഷം ഒരുപാട് കമന്റുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇവരുടെ ഫുഡ് മോശമാണ്, അല്ലെങ്കിൽ ഇവരുടെ സാധനം കൊള്ളൂല, ഇവരുടെ ക്വാളിറ്റി കൊള്ളൂല, ഇവർ മോശം ഫുഡാണ് സെർവ് ചെയ്യുന്നത്, ഇവരുടെ മീറ്റ് വേകുന്നില്ല, ഇവരുടെ ബാഡ് സ്മെല്ലുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളുണ്ട്. കുറച്ച് പോസിറ്റീവ് കമന്റുകളുണ്ട്. നമ്മൾ ഈ ഉള്ളത് പറയണമല്ലോ. ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ഫുഡ് പോയി കഴിക്കുമ്പോഴത്തേനും അതിനകത്ത് ഈ കൊടുക്കുന്ന ആൾക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നിങ്ങൾ പറ്റുന്നവരെല്ലാം ഇത് കേസുമായിട്ട് മുമ്പോട്ട് പോവുക, മറ്റേ ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ അത് കാര്യങ്ങളെല്ലാം അറിയിക്കുക. ഇതിനെതിരെ നമ്മുടെ മനുഷ്യൻ്റെ ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. കാഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവനൊന്നും ഒന്നുമില്ല. ഇവൻ നാളെ അപ്പുറത്ത് വേറൊരു കടയായിട്ട് പുതിയ പേര് വരും. അനുഭവിക്കേണ്ട നമ്മളായിരിക്കും എന്ന് മനസ്സിലാക്കുക. ഇത്തരത്തിൽ ഫുഡ് വിളമ്പുന്നവർ അല്ലെങ്കിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് അധികം വിഷം തിന്നുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നീയും കൂടെ കുറേ വിഷം ഉരുട്ടി അണ്ണാക്കിലോട്ട് നമുക്ക് തള്ളിത്തേണ്ട കാര്യമില്ല. നിനക്കൊക്കെ നല്ല ഫുഡ് തരാൻ പറ്റുമെങ്കിൽ താ. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിലെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഷവർമ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഷവർമ എവിടെന്നെങ്കിലും കഴിച്ചിട്ട് പണി കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്താം. മറ്റു